എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. നമ്മുടെ VFA പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മലയാള ചോദ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ലളിതമായി തന്നെ മലയാള ചോദ്യങ്ങൾ VFAക്ക് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചേർത്തെഴുതുക ആയിട്ട് ബന്ധപ്പെട്ടാണ്. എൻ അധികം കില്ല് ചേർത്തെഴുതിയ രൂപം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എങ്കിൽ, ഓപ്ഷൻ ബി എങ്കിൽ, സി എന്നിൽ, ഡി എങ്കിൽ. സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്കിൽ എന്നുള്ളതാണ് ഇവിടെ ശരിയായ ഉത്തരം അല്ലെ. എൻ അധികം കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ എന്നുള്ളതാണ്. ഏതാണ് ഇവിടെ സന്ധി? സന്ധി എങ്ങനെയാണ് നമുക്ക് നോക്കാം. എൻ അധികം കിൽ എന്ന് പറയുന്ന രൂപം എങ്കിലാവുമ്പോ ഇവിടുത്തെ സന്ധി ഏതാണ്? ഇവിടെ എ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കിൽ എന്ന് പറയുന്ന രൂപവും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ങ് എന്ന് പറയുന്ന ഈ ഒരു വർണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ങ് എന്ന് പറയുന്ന പുതിയൊരു വർണ്ണം വന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ന് എന്ന് പറയുന്ന വർണ്ണം പോയതിനു ശേഷം ഇവിടെ ങ് എന്ന് പറയുന്ന ഒരു വർണ്ണം കടന്നു വന്നത് കൊണ്ട് തന്നെ ഇതിലെ സന്ധി എന്താണെന്ന് പറയാം? ആദേശസന്ധിയാണെന്ന് പറയാം. എന്താണ് ആദേശസന്ധി? ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. എൻ അധികം കിൽ ചേർന്നാണ് എങ്കിലാവുമ്പോ എൻ എന്നുള്ളതിലെ ന് എന്ന് പറയുന്ന വർണ്ണം പോവുകയും എങ്കിൽ എന്ന് പറയുന്ന ഈ രൂപത്തിൽ ങ് അധികം ക് ആണ് ഇങ്കായായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രൂപം ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പകരം ന് പകരം ങ് എന്ന് പറയുന്ന പുതിയൊരു വർണ്ണം കടന്നു വന്നതോടുകൂടി തന്നെ ഇവിടുത്തെ സന്ധി നമുക്ക് എന്താണ് പറയുന്നത്? ഇവിടുത്തെ സന്ധി ആദേശസന്ധിയാണ് അല്ലേ. ആദേശസന്ധിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നൂൽ എന്ന് പറയുന്ന പദം എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? നന്നൂൽ നൽ അധികം നൂലാണ് നന്നൂലായിട്ട് മാറുന്നത്. നന്നൂൽ എന്നൊക്കെ പറയുന്ന പദം കേൾക്കുന്ന സമയത്ത് ദ്വിത്വസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തോന്നാറുണ്ട്. നല്ലധികം നൂലാണ് നന്നൂൽ ആയിട്ട് മാറുന്നത്. ന എന്ന് പറയുന്ന വർണ്ണം അവിടെ തന്നെ ഉണ്ട്. ല് എന്ന് പറയുന്ന വർണ്ണം ഇവിടെ ഉണ്ടോ? ചേർത്തെഴുതുന്ന രൂപത്തില് ഇല്ല. പകരം ന് അധികം ന് എന്ന് പറയുന്ന ഇന്ന എന്ന് പറയുന്ന ഒരു രൂപമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ന് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ ല് എന്ന് പറയുന്ന ഒരു വർണ്ണം പോവുകയും പകരം ന് എന്ന് പറയുന്ന വർണ്ണം കടന്നു വരികയും ചെയ്തുകൊണ്ട് ഇതും ആദേശസന്ധിയാണ്. നന്നൂൽ എന്ന് പറയുന്ന പദവും നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. പിരിച്ചെഴുതുക എന്ന് പറയുന്ന രൂപത്തിലും സന്ധി നിർണ്ണയിക്കാനും. സന്ധി ഏത് എന്ന് പറയുന്ന ഒരു ചോദ്യം അടുത്ത കാലത്തൊന്നും വളരെയധികം കേട്ടിട്ടില്ല. പിരിച്ചെഴുതുക, ചേർത്തെഴുതുക രൂപങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ നന്നൂൽ എന്നുള്ളതും ആദേശസന്ധിയാണ്. നൽ അധികം നൂലാണ് നന്നൂൽ എന്ന് പറയുന്ന പദം വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നോട് എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? എന്നോട് എന്ന് പറയുന്ന പദം പിരിച്ചെഴുതാൻ എങ്ങനെയാണ്? എൻ അധികം ഓടാണ് എന്നോടായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് സന്ധി വരിക? നോക്കിയേ, ഏത് സന്ധിയാണ് ഇവിടെ വരിക? എ അവിടെ തന്നെയുണ്ട്. ന് എന്ന് പറയുന്ന രൂപവും ഇവിടെ തന്നെയുണ്ട്. ഓട് എന്ന് പറയുന്ന ചിഹ്നം അതും അവിടെ തന്നെയുണ്ട്. ഡും ഉണ്ട്. പകരം ന അവിടെ ഇരട്ടിച്ച രൂപമാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ വർണ്ണങ്ങളും ഇവിടെ ഉണ്ട്. പകരം ന ഇരട്ടിച്ച രൂപം ചെയ്തുകൊണ്ട് തന്നെ എന്നോട് എന്ന് പറയുന്നത് ദ്വിത്വസന്ധിയാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. എന്നോട് ദ്വിത്വസന്ധിയാണ്. നന്നൂൽ, എങ്കിൽ ഇവയൊക്കെ തന്നെയും ആദേശസന്ധിയാണ്. സാധാരണഗതിയിൽ ആദേശസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ആദേശസന്ധി കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം ശൈലിയുമായി ബന്ധപ്പെട്ടാണ്. രണ്ടു തലയും കൊളുത്തുക, ഈ ശൈലിയുടെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടു തലയും കൊളുത്തുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്നത് ഏതാണ്? മരണക്രിയ ചെയ്യുക, അഹങ്കാരം പറയുക, ആജ്ഞാപിക്കുക, ഏഷണി പറയുക. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏഷണി പറയുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം.
ഒരു തലയ്ക്കൽ മാത്രം നിൽക്കുകയല്ല, രണ്ട് വള്ളത്തിലും കാല് ചവിട്ടുക എന്ന് പറയാറുണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ. അപ്പം ഒരു തലയ്ക്കൽ മാത്രം നിൽക്കുകയല്ല, രണ്ട് തലയിലൂടെ നിന്ന് പിടിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായത്തിന്റെയും കൂടെ ചേരുന്ന ഒരു രീതി, രണ്ട് തലയും കൊളുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന അർത്ഥങ്ങളിൽ ഏഷണി പറയുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അർത്ഥം. അതുപോലെ തന്നെ നാരദക്രിയ, നാരദക്രിയ, നാരദക്രിയ അതിന്റെ അർത്ഥം എന്താണ്? നാരദക്രിയയും ഏഷണി പറയുക എന്നുള്ള അർത്ഥത്തിലാണ് നാരദക്രിയയും അർത്ഥം വരുന്നത്. അങ്ങനെയാണെങ്കിൽ കായംകുളം വാൾ, കായംകുളം വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കായംകുളം വാൾ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. കായംകുളം വാൾ, കായംകുളം വാൾ എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷിയിലും ചേരുന്ന ആൾ, രണ്ട് കക്ഷിയിലും ചേരുന്ന, രണ്ട് തലക്കിലും ചേരുന്ന ആളിനെയാണ് കായംകുളം വാൾ എന്ന് പറയുന്നത്. ഒരു തരം അവസരവാദിത്വം തന്നെയാണ് കായംകുളം വാൾ എന്ന് പറയുന്ന ഒരു ശൈലിയുടെ അർത്ഥവും. രണ്ട് കക്ഷിയിലും ചേരുന്ന ആൾ എന്നുള്ള അർത്ഥമാണ് കായംകുളം വാൾ എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. അതുപോലെ തന്നെ അഞ്ചാം പത്തി, അഞ്ചാം പത്തി, അഞ്ചാം പത്തി ഒരുപാട് പരീക്ഷകൾ ചോദിക്കുകയാണ്. എന്താണ് അഞ്ചാം പത്തി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം? കൂടെ നിന്ന് ചതിക്കുക, അവസരവാദി എന്ന് നമുക്ക് അഞ്ചാം പത്തി പറയാം അല്ലെ? അവസരവാദി, കൂടെ നിന്ന് ചതിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് നമുക്ക് അഞ്ചാം പത്തി എന്ന് പറയുന്ന ഒരു ശൈലിയിലുള്ളത്. അതുപോലെ തന്നെ അക്കപ്പോർ വലിച്ചു കൂട്ടുക. എന്താണ് അക്കപ്പോർ വലിച്ചു കൂട്ടുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അക്കപ്പോർ വലിച്ചു കൂട്ടുക, അക്കപ്പോർ വലിച്ചു കൂട്ടുക, ഉപദ്രവം, ഉപദ്രവം ഉണ്ടാക്കി വെക്കുക. അക്കപ്പോർ വലിച്ചു കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവം ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന അർത്ഥമാണ് അക്കപ്പോർ വലിച്ചു കൂട്ടുക. അതുപോലെ തന്നെ കാലുവാരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ? ചതിക്കുക എന്നുള്ള അർത്ഥമാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് കാലുവാരുക, ചതിക്കുക. അപ്പൊ ഇവിടെ രണ്ട് തലയും കൊളുത്തുക എന്ന് പറഞ്ഞ അർത്ഥം ഏഷണി പറയുക, നാരദക്രിയയും ഏഷണി പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ശൈലികളൊക്കെ ഓർത്തു വെക്കുക. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. തപശ്ചര്യ പിരിച്ചെഴുതുക. തപശ്ചര്യ പിരിച്ചെഴുതാനാണ് പറയുന്നത്. തപം അധികം ചരിയാണോ, തപഹ അധികം ചരിയാണോ, തപ അധികം ചരിയാണോ, തപസ് അധികം ചരിയാണോ? തപശ്ചര്യ പിരിച്ചെഴുതുന്ന സമയത്ത് എന്താണ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? തപശ്ചര്യ പിരിച്ചെഴുതുന്ന സമയത്ത് തപസ് അധികം ചരിയാണ് തപശ്ചര്യായിട്ട് മാറുന്നത്. തപസ് അധികം ചരിയാണ് തപശ്ചര്യായിട്ട് മാറുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. തപസ് അധികം ചരിയ, തപശ്ചര്യ. ഇവിടെ ഏത് സന്ധിയാണ് വരിക? തപസ് അധികം ചര്യ വരുന്ന സമയത്ത് തപ രണ്ട് രൂപങ്ങളും രണ്ട് വർണ്ണങ്ങളും അവിടെ തന്നെ ഉണ്ട്. സ് എന്ന് പറയുന്ന രൂപം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കൂ. പകരം ഷ് അധികം ച എന്ന് പറയുന്ന ഛ എന്ന് പറയുന്ന ഒരു രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ച ഇവിടെ തന്നെ ഉള്ള ആളാണ്, ഇര്യ ഇവിടെ തന്നെ ഉള്ള ആളാണ്. അപ്പം ഇവിടുത്തെ സ് എന്ന് പറയുന്ന ഒരു രൂപം മാറി പോയതിനു ശേഷം ഷ് എന്ന് പറയുന്ന ഒരു പുതിയ വർണ്ണം ആഗമിച്ചിരിക്കുന്നു. ആഗമിച്ചിരിക്കുന്നു പറയുമ്പോൾ ആഗമസന്ധി അല്ല, ഒരാൾ പോയി മറ്റൊരാൾ വരുന്നത് കൊണ്ട് തന്നെ അത് ആദേശസന്ധിയാണ്. സ് എന്ന് പറയുന്ന വർണ്ണം പോയി ഷ് കടന്നു വരുന്നു, അതുകൊണ്ട് സന്ധി ആദേശം. അപ്പൊ തപസ് അധികം ചരിയാണ് തപശ്ചര്യായിട്ട് മാറുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ തപോനിധി, തപോനിധി എങ്ങനെയാണ് പിരിച്ചിരുന്നത്? തപോനിധി, തപോനിധി. അതുപോലെ തന്നെ തപശക്തി, തപശക്തി. ഈ തപോനിധി തപശക്തി ഒക്കെ എങ്ങനെയാണ് പിരിച്ചിരുന്നത്? തപോനിധി പിരിച്ചിരുന്നത് തപഹ അധികം, എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തപഹ അധികം നിധിയാണ് തപോനിധിയായിട്ട് മാറുന്നത്. തപശക്തി, തപഹ അധികം ശക്തിയാണ് തപശക്തിയായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു രണ്ട് വാക്കുകളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ തപസ് അധികം ശരിയാണ് എന്ത്? തപശ്ചര്യായിട്ട് മാറുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. ശരിയായ വാക്യം ഏത്? വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ച് തെറ്റ് തിരുത്തണം. 2, കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് വീണ്ടും പുനഃപരിശോധിക്കയില്ല. സി, അപേക്ഷകൾ അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി അയക്കണം. ഡി, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ആ സെന്റൻസ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ വാക്യം എന്നുള്ളതാണ് ചോദ്യം. ശരിയായ വാക്യമാണേ. ഓരോ നോക്കാം. ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ച് തെറ്റ് തിരുത്തണം. ഇവിടെ
ഇവിടെ ചെറിയൊരു എന്താണ് അപാകമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അത് തോന്നിയെന്ന് വരത്തില്ല. ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ച് തെറ്റ് തിരുത്തണം. സാധാരണ നമ്മൾ തിരുത്തുന്നതൊക്കെ എന്താണ്? തിരുത്തുന്നത് തെറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് പറ്റുന്നതാണല്ലോ നമ്മൾ തിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ച് തിരുത്തണം എന്ന് മതിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്തുക, തെറ്റുകളാണ് തിരുത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തെറ്റ് തിരുത്തുക എന്ന് പറയുന്ന ഒരു പ്രയോഗം വേണ്ട, തിരുത്തുക എന്ന് മതി എന്നുള്ളത് കൊണ്ട് ഈ വാക്യം തെറ്റാണ്. അതിനുശേഷം അടുത്ത് നോക്കാം. കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് വീണ്ടും പുനഃപരിശോധിക്കുകയില്ല. പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണ്ടും പരിശോധിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണ്ടും എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞാൽ കടലാസ് പുനഃപരിശോധിക്കയില്ല എന്നോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് വീണ്ടും പരിശോധിക്കയില്ല എന്നോ മതിയാവും. വീണ്ടും ഈ രണ്ട് പദങ്ങളും കൂടെ ഒരുമിച്ച് വേണ്ട. പൗനരുക്തിമാണ് ഇവിടുത്തെ ഒരു ദോഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പദങ്ങൾ ഒരു വാക്യത്തിൽ വേണോ? വേണ്ട. അപ്പൊ ഈ വാക്യവും തെറ്റ് തന്നെയാണ്. അടുത്തത് നോക്കാം. അപേക്ഷകൾ അവരവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി അയക്കണം. ഈ വാക്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപേക്ഷകൾ അവരവരുടെ സ്വന്തം കൈപ്പടയിൽ, അവരവരുടെ വീണ്ടും സ്വന്തം, ഈ രണ്ട് പദങ്ങളും ഒരേ അർത്ഥം തന്നെയല്ലേ? അപേക്ഷകൾ സ്വന്തം കൈപ്പടയിൽ എഴുതി അയക്കണമെന്ന് മതിയാവില്ലേ? അല്ലെങ്കിൽ അപേക്ഷകൾ അവരവരുടെ കൈപ്പടയിൽ എഴുതി അയക്കണമെന്ന് മതി. അതുകൊണ്ട് തന്നെ ഈ വാക്യവും തെറ്റാണ്. ഇനി അടുത്തത്, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളൊന്നും തന്നെ വാക്യത്തിൽ കാണാനില്ല. പക്ഷെ അർത്ഥം കൊണ്ട് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഇതേ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് PSCയുടെ ഒരു തന്ത്രവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്യം അവിടെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ D ഓപ്ഷനും A ഓപ്ഷനും തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏറ്റവും ശരിയായ വാക്യം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വാക്യമാണ്. അവിടെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ കടന്നു വന്നിട്ടില്ല. ഇപ്പൊ കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ഏതാണ്? ഖണ്ഡനം, വിപരീത പദം എഴുതുക. ഖണ്ഡനം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക എന്നുള്ളതാണ്. ഓപ്ഷൻ A അഖണ്ഡനമാണോ? B മണ്ഡനം, അഖണ്ഡം, നിഖണ്ഡം. ഏതാണ്? ഖണ്ഡനം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം മണ്ഡനം എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഖണ്ഡനം മണ്ഡനവും. ഈ ഖണ്ഡന വിമർശനം, മണ്ഡന വിമർശനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഖണ്ഡിച്ചു പറയുന്നതിനെയാണ് നമ്മൾ, എല്ലാത്തിന്റെയും ദോഷങ്ങളെ കീറി മുറിച്ച് പറയുന്നതിനാണ് നമ്മൾ ഖണ്ഡന വിമർശനം എന്നൊക്കെ പറയുന്നത്. മണ്ഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ നിരൂപിക്കുന്നതിനെയാണ് നമ്മൾ മണ്ഡന വിമർശനം എന്ന് പറയുന്നത്. അപ്പോ ഖണ്ഡനത്തിന്റെ വിപരീതം എന്താണ്? മണ്ഡനം. ഖണ്ഡനം, മണ്ഡനം. അപ്പൊ അത് ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വകീയം, സ്വകീയം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? സ്വകീയം, പരകീയം അല്ലെ? ഉത്തമം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ഉത്തമം, അധമം ആണല്ലേ? അധമം, അധമം. സ്വകീയം, പരകീയം, ഉത്തമം, അധമം. അതുപോലെ തന്നെ ആയം, ആയം, ആയം വ്യയമാണല്ലേ? ആയം, വ്യയം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിപരീത പദങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശരിയായത് ഏതെല്ലാം? കുറച്ച് എതിർലിംഗ പദജോഡികളാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായത് ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ബാലകൻ, ബാലിക, പരിഭാഷകൻ, പരിഭാഷിക, ഹരിണം, ഹരിണി, നിരൂപകൻ, നിരൂപിണി. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പദജോഡികൾ എന്നുള്ളതാണ്. ബാലകൻ, ബാലകൻ എന്ന് പറയുന്ന പുല്ലിംഗ രൂപത്തിന്റെ ശരിയായിട്ടുള്ള എതിർലിംഗ രൂപം തന്നെയാണ് ബാലിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി 2, പരിഭാഷകൻ, പരിഭാഷിക. നമ്മൾ പരിഭാഷകൻ, പരിഭാഷക എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ അറിയാവുന്നത്. പരിഭാഷകയാണ് അല്ല, പരിഭാഷിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്ത്രീലിംഗ രൂപം. അപ്പൊ പരിഭാഷകൻ, പരിഭാഷിക, പരിഭാഷകൻ, പരിഭാഷിക. ഇവിടെ ഒരു വള്ളിയേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇവിടെ
രണ്ട് വള്ളിയുള്ള അക്ഷരങ്ങളുണ്ട് എന്ന് ഓർത്താൽ മതി. ഇപ്പൊ പരിഭാഷകൻ, പരിഭാഷിക. ഇനി ഹരിണം. ഹരിണത്തിന്റെ എതിർലിംഗം ഏതാണ്? ഹരിണം ഹരിണി തന്നെയാണ്. ഹരിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ എന്നുള്ള അർത്ഥമാണ്. അതിന്റെ സ്ത്രീലിംഗ രൂപത്തെ കുറിക്കാനാണ് നമ്മൾ ഹരിണി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പൊ മൂന്നാമത്തതും ശരി തന്നെയാണ്. ഇനി നിരൂപകൻ, നിരൂപിണി. നിരൂപകൻ എന്ന് പറയുന്ന പദത്തിന്റെ എതിർലിംഗ രൂപം, സ്ത്രീലിംഗ രൂപം നിരൂപിണിയാണോ? നിരൂപിണിയാണോ? എന്താണ് നിരൂപകൻ എന്ന് പറയുന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം? നിരൂപകൻ എന്ന് പറയുന്ന പദത്തിന്റെ എതിർലിംഗ രൂപം നിരൂപിണിയല്ല, നിരൂപിക. നിരൂപികയാണ് നിരൂപകൻ എന്ന് പറയുന്ന പദത്തിന്റെ എതിർലിംഗം. അതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. 1, 2, 3 ഓപ്ഷൻസ് ശരിയാണ്. 1, 2, 3 ശരി എന്നുള്ളതാണ് ഇവിടെ ശരിയായി വരുന്ന ഉത്തരം. അപ്പൊ ബാലകൻ, ബാലിക, പരിഭാഷകൻ, പരിഭാഷിക, ഹരിണം, ഹരിണി, നിരൂപകൻ, നിരൂപിക. നിരൂപകൻ, നിരൂപിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള എതിർലിംഗ ജോഡി. അങ്ങനെയാണെങ്കിൽ യോഗി. യോഗി എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? യോഗി, യോഗിനി. നിരൂപകൻ, നിരൂപിക, യോഗി, യോഗിനി. യോഗിനി. അതുപോലെ തന്നെ പ്രസംഗകൻ. പ്രസംഗകൻ. പ്രസംഗകൻ എന്നുള്ളതിന്റെ എതിർലിംഗ രൂപം എന്താണ്? നമ്മൾ പ്രാസംഗികൻ എന്ന് പറയാറുണ്ട്. പ്രാസംഗികൻ എന്ന് പറയുന്ന രൂപം തെറ്റാണ്. പകരം പ്രസംഗകൻ എന്ന് പറയുന്ന രൂപമാണ്. പ്രസംഗിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ പ്രസംഗകൻ എന്ന് പറയുന്ന രൂപമാണ് ശരിയായിട്ടുള്ള രൂപം. അപ്പൊ പ്രസംഗകന്റെ വിപരീത എതിർലിംഗ രൂപം ഏതാണ്? ക്ഷമിക്കുക, എതിർലിംഗ രൂപം ഏതാണ്? പ്രസംഗകൻ എതിർലിംഗ രൂപം ഏതാണ്? പ്രസംഗിക. 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 അതുപോലെ തന്നെ പ്രസംഗക. പ്രസംഗക എന്ന് പറയുന്ന ഒരു രൂപവും ഉപയോഗിക്കാറുണ്ട്. എന്താണ്? പ്രസംഗക. യോഗി, യോഗിനി, പ്രസംഗകൻ, പ്രസംഗിക എന്നും ഉപയോഗിക്കാറുണ്ട്. പ്രസംഗക എന്നും ഉപയോഗിക്കാറുണ്ട്. പ്രസംഗകൻ എന്നുള്ളതിനെ മാറ്റിയിട്ട് പ്രസംഗക എന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രസംഗിക എന്ന് പറയുന്ന പദവും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉദ്ഘാടകൻ. ഉദ്ഘാടകൻ. ഉദ്ഘാടകൻ എന്ന് പറയുന്ന പദം എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, ദായാണ്. ഉദ്ഘാടകൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. ഉദ്ഘാടകൻ എന്നുള്ളതിന്റെ എതിർലിംഗം ഏതാണ്? എതിർലിംഗം ഏതാണ്? ഉദ്ഘാടകൻ. ഉദ്ഘാടിക. ഉദ്ഘാടിക. ഉദ്ഘാടിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ അധ്യാപകൻ, അധ്യാപിക. അല്ലെ? അധ്യാപകൻ, അധ്യാപിക. ഉദ്ഘാടകൻ, ഉദ്ഘാടിക. പ്രസംഗകൻ, പ്രസംഗിക അല്ലെങ്കിൽ പ്രസംഗക. യോഗി, യോഗിനി. നിരൂപകൻ, നിരൂപിക. ഹരിണം, ഹരിണി. പരിഭാഷകൻ, പരിഭാഷിക. ബാലകൻ, ബാലിക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ചുവടെ കൊടുത്തിരിക്കുന്ന ബഹുവചന രൂപങ്ങളിൽ സലിംഗ ബഹുവചനം അല്ലാത്തത് അല്ലെങ്കിൽ അല്ലാത്തവ ഏതൊക്കെയാണെന്നുള്ളതാണ്. സലിംഗ ബഹുവചനം അല്ലാത്തത് ഏതെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വനിതകൾ. വനിതകൾ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ പൂജക ബഹുവചനമാണോ? വനിതകൾ എന്ന് പറയുന്ന സമയത്ത് അത് സ്ത്രീ എന്ന് പറയുന്ന ഒരു വർഗത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ സലിംഗം, ലിംഗത്തോട് കൂടിയത്, ജെൻഡർ ഏതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സലിംഗ ബഹുവചനമാണ്. സലിംഗ ബഹുവചനമാണ്. ഇനി യുവാക്കൾ. യുവാക്കൾ. യുവാക്കൾ എന്നുള്ളതിന്റെ വിപരീത ശബ്ദം യുവതികൾ എന്നുള്ളതാണ്. യുവാക്കൾ എന്ന് പറയുന്നത് ആണെന്ന് പറയുന്ന ഒരു വർഗത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വർഗത്തിൽപ്പെട്ടതാണ്, ഏത് ജെൻഡറിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും സലിംഗം, ലിംഗത്തോട് കൂടിയത്, ലിംഗം തിരിച്ചറിയാൻ സാധിക്കുന്നത്, ജെൻഡർ തിരിച്ചറിയാൻ സാധിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നു. അടുത്ത സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ സ്ത്രീയാണോ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂട്ടമാണോ പുരുഷനാണോ പുരുഷന്മാരുടെ കൂട്ടമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കൂട്ടം ആൾക്കാരെ സൂചിപ്പിക്കുന്ന സമയത്ത് ബഹുവചന രൂപത്തെ സൂചിപ്പിക്കും, ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിക്കുമ്പോൾ അവിടെ ജെൻഡർ, ലിംഗം ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അലിംഗ ബഹുവചനം, അലിംഗം. എന്താണ്? ലിംഗം തിരിച്ചറിയാൻ സാധിക്കാത്തത്, ജെൻഡർ തിരിച്ചറിയാൻ സാധിക്കാത്തത് സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഒന്നാമത്തെ ഉത്തരം.
സലിംഗ ബഹുവചനം അല്ലാത്തതിൽ ഒന്നാമത്തെ സ്ഥാനാർത്ഥികളാണ്. അടുത്ത ബാലന്മാർ. ബാലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആൺകുട്ടികളുടെ കൂട്ടത്തെയാണ് അല്ലെ. ബാലികമാർ എന്ന് പറയണമായിരുന്നു. സ്ത്രീകളുടെ കൂട്ടമാണെങ്കിൽ ബാലികമാർ അല്ലെ, ബാലികമാർ എന്ന് പറയണമായിരുന്നു. ഇത് പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കൂട്ടമായതുകൊണ്ട് തന്നെ ബാലന്മാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആൺകുട്ടികളുടെ കൂട്ടമാണ്. ആൺ എന്ന് പറയുന്ന വർഗത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവിടെയും സലിംഗം. അപ്പൊ ഇവിടെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് മാത്രമാണ്. സ്ഥാനാർത്ഥി സ്ത്രീയാണോ പുരുഷന്മാരാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ അലിംഗ ബഹുവചനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? 3 മാത്രം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 മാത്രം. അപ്പം നമ്മൾ എല്ലാ ക്ലാസ്സിലും ഈ വചന രൂപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെയും ഒരു വീഡിയോ VFAയുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അതും കാണുക. ഒരു 20ഓളം ചോദ്യങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? കിട്ടിയല്ലോ ഇത്. അടുത്ത ചോദ്യം നോക്കാം. ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത്. സാധാരണഗതിയിൽ ആദേശസന്ധി ഏത് അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിട്ടുണ്ടാവാറില്ല. പലപ്പോഴും ചേർത്തെഴുതിയ പിരിച്ചെഴുതിയ രൂപങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത്. അപ്പൊ നമുക്ക് ഓരോന്നും സന്ധി ചെയ്ത് നോക്കാം. വിണ്ടലം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തെഴുതുക പിരിച്ചെഴുതുക രൂപവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ് വിണ്ടലം. വിണ്ടലം എന്ന് പറയുന്നത് വിൺ അധികം തലമാണ് വിണ്ടലമായിട്ട് മാറുന്നത്. ഇനി പൊന്നുണ്ട എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പൊന്നുണ്ട പൊൻ അധികം ഉണ്ടയാണ് പൊന്നുണ്ടയായിട്ട് മാറുന്നത്. നെന്മണിയോ? നെന്മണി നെൽ അധികം മണിയാണ് നെന്മണി. ഇനി പൊൽക്കുടമോ? പൊൽക്കുടം പൊൻ അധികം കുടമാണ് പൊൽക്കുടമായിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇനി ഓരോന്നിന്റെയും സന്ധി നമുക്ക് നോക്കാം. വിണ്ടലം വിൺ അധികം തലമാണ്. വി അതുപോലെ തന്നെ ഉണ്ട്. ണ് എന്ന് പറയുന്ന രൂപവും അതുപോലെ തന്നെ ഉണ്ട്. ണ് അധികം ഡ ഡ് ഇതാണ് ഇണ്ട എന്ന് പറയുന്ന ഒരു അക്ഷരമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇണ്ട എന്ന് പറയുന്ന അക്ഷരത്തിലെ ഡ ഇവിടെ വന്നപ്പോ തായാണ്. അതായത് ത എന്ന് പറയുന്ന വർണ്ണമാണ് ചേർന്ന സമയത്ത് ഡായായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ത് എന്ന് പറയുന്ന വർണ്ണം പോയി ഡ എന്ന് പറയുന്ന വർണ്ണം വന്നതുകൊണ്ട് തന്നെ ഇവിടെ സന്ധി ആദേശമാണ്. ആദേശം. അപ്പൊ ഇതെന്തായാലും ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് അല്ല, ആദേശസന്ധി തന്നെയാണ്. അടുത്ത പൊന്നുണ്ട. പൊൻ അധികം ഉണ്ടയാണ് പൊന്നുണ്ടയായിട്ട് മാറിയിരിക്കുന്നത്. പോ അതുപോലെ തന്നെ ഉണ്ട്. ന് എന്ന് പറയുന്ന രൂപം അതുപോലെ തന്നെ ഉണ്ട്. ഉ എന്ന് പറയുന്ന രൂപം ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. ഇണ്ട എന്ന് പറയുന്ന അക്ഷരവും വന്നിട്ടുണ്ട്. പകരം ഇവിടെ ഒന്നുമില്ലാത്ത നായുടെ ഒരു ഇരട്ടിച്ച രൂപം നമുക്ക് ഇവിടെ ചേർത്തെഴുതുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാ ഇരട്ടിക്കുന്നതാണ്. ഒന്നിനും പുതുതായിട്ട് വന്നിട്ടില്ല. പുതുതായിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? ന് എന്ന് പറയുന്നൊരു വർണ്ണം വന്നിട്ടുണ്ട്. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു വർണ്ണത്തിന്റെ തന്നെ ഇരട്ടിപ്പാണ്. മറ്റൊരു വർണ്ണമാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആഗമസന്ധി എന്ന് പറയാം. അവിടെ ഉണ്ടായിരുന്ന ഒരു വർണ്ണത്തിന്റെ ന് എന്ന് പറയുന്ന വർണ്ണത്തിന്റെ തന്നെ ഇരട്ടിച്ച രൂപമായതുകൊണ്ട് തന്നെ സന്ധി ഇവിടെ ഏതാണ്? ദ്വിത്വസന്ധിയാണ്. ഇപ്പൊ നമ്മൾ സന്ധി നിർണയിക്കുന്ന സമയത്ത് എപ്പോഴും തന്നിരിക്കുന്ന രൂപത്തെ പിരിച്ചെഴുതിയിരിക്കുകയാണെങ്കിൽ അതിനെ ചേർത്തെഴുതുക. അതിനുശേഷം ഈ പിരിച്ചെഴുതിയിരിക്കുന്ന രൂപത്തിൽ നിന്ന് ചേർത്തെഴുതുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഈ പിരിച്ചെഴുതിയ രൂപത്തിൽ നിന്ന് ചേർത്തെഴുതുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഈ വർണ്ണങ്ങളിൽ ഉണ്ടാകുന്നത്, ഇവിടെ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ സന്ധി നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഓപ്ഷൻസ് നോക്കിയാലോ? അടുത്ത ഓപ്ഷൻ നോക്കാം. നെന്മണി നമ്മൾ എങ്ങനെയാ പിരിച്ചെഴുതുക? നെല്ല് അധികം മണിയാണ്. എന്താണ്? നെല്ല് അധികം മണിയാണ്, നെല്ലിന്റെ മണി. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. നെന്മണി, നെൽമണി, നെല്ല് അധികം മണി, നെന്മണി, നെന്മണിയായിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോൾ സമയത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്?
ഇവിടുന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് എന്ത് വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്? നോക്കാം. നേ എന്ന് പറയുന്ന വർണ്ണം ഇവിടെ ഉണ്ട്, അത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇനി ഇൻമ എന്ന് പറയുന്ന ഒരു പദം, ഇൻമ എന്ന് പറയുന്ന ഒരു അക്ഷരം അവിടെ ഉണ്ട്. ന് അധികം മ എന്ന് പറയുന്ന രൂപമാണ് മ എന്ന് പറയുന്ന അക്ഷരം. അവിടെ ല് എന്ന് പറയുന്ന വർണ്ണമാണ് ഇവിടെ ഉള്ളത്. ല് എന്ന് പറയുന്ന വർണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ന് എന്ന് പറയുന്ന ഒരു വർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ല് പോയി ഇവിടെ ന് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആദേശമാണ് നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ളതെല്ലാം മണി, ബാക്കിയെല്ലാം എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വല്ല മാറ്റം ഉണ്ടോ? ആകെ മാറിയിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ല് എന്ന് പറയുന്ന വർണ്ണം മാറി ന് എന്ന് പറയുന്ന ഒരു വർണ്ണം കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെയും സന്ധി ആദേശമാണ്. കിട്ടിയല്ലോ. ഇനി പൊൽക്കുടം എങ്ങനെയാണ് നമ്മൾ പിരിച്ചിടുന്നത്? പൊൽക്കുടം പൊൻ അധികം കുടമാണല്ലേ പൊൽക്കുടം. പൊൻ അധികം കുടമാണ് പൊൽക്കുടം. ഇവിടെയും ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് നോക്കാം. പോ എന്ന് പറയുന്ന അക്ഷരം അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ന് എന്ന് പറയുന്ന വർണ്ണമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ എന്താണുള്ളത്? ല് ആണുള്ളത്. ബാക്കി കുടം എല്ലാം തന്നെയും അവിടെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഇവിടെയും ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ സന്ധിയും എന്ത് തന്നെയാണ്? ആദേശസന്ധിയാണ്. ആദേശസന്ധിയാണ്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അപ്പോ വിണ്ടലം എന്ന് പറയുന്നത് വിൺ അധികം തലമാണ്. പൊന്നുണ്ട എന്ന് പറയുന്നത് പൊൻ അധികം ഉണ്ടയാണ്. നെന്മണി എന്ന് പറയുന്നത് നെല് അധികം മണിയാണ്. പൊൽക്കുടം പൊൻ അധികം കുടമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ മുൻപ് തന്നെ ചോദിച്ചിട്ടുള്ള പദങ്ങളാണ്. അപ്പൊ ഇവയെല്ലാം ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഈ നെന്മണി പോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന 1-2 പദങ്ങളൊന്ന് നോക്കാം. ഏതാണ്? നമ്മുടെ കന്മദം. കന്മദം എന്ന് പറയുന്നതും കൽ അധികം മദമാണ്. അതുപോലെ തന്നെ നന്മ. നന്മ എന്ന് പറയുന്നതും നൽ അധികം മായാണ്. നൽ അധികം മായാണ് നന്മ. കന്മദം എന്ന് പറയുന്നത് കല് അധികം മദമാണ്. അതുപോലെ തന്നെ കന്മഴ. കന്മഴ കല് അധികം മഴയാണ് എന്താണ്? കൽമഴയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ പൊൽക്കുടം. പൊൽക്കുടം എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ വരുന്ന 1-2 പദങ്ങളൂടെ നമുക്കൊന്ന് നോക്കാം. പിൽപ്പാട്. പിൽപ്പാട് എങ്ങനെയാണ് പിരിച്ചിരുന്നത്? പിൻ അധികം പാടാണ് പിൽപ്പാടായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ തിരുമുൽക്കാഴ്ച. 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 തിരുമുൻ അധികം കാഴ്ചയാണ് എന്താണ്? തിരുമുൻ അധികം കാഴ്ചയാണ് തിരുമുൽക്കാഴ്ചയായിട്ട് മാറുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ആദേശസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതയുള്ള പദങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ തിരുമുൽക്കാഴ്ച തിരുമുൻ അധികം കാഴ്ച, പിൽപ്പാട് പിൻ അധികം പാട്, കന്മഴ കല് അധികം മഴ, നന്മ നല് അധികം മാ, കന്മദം കല് അധികം മദം. കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. നാൻമുഖൻ, വെണ്ണകൃഷ്ണൻ, ആവിയന്ത്രം, നോക്കുകൂലി. ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഇതിങ്ങനെ വരുന്നൊരു ചോദ്യമല്ല, എങ്കിലും ആ സമാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിച്ചാലോ എന്നുള്ള അർത്ഥത്തിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകാന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചോദ്യം ഇട്ടിരിക്കുന്നത്. അപ്പൊ നാൻമുഖൻ, വെണ്ണകൃഷ്ണൻ, ആവിയന്ത്രം, നോക്കുകൂലി ഇവയൊക്കെ നമുക്കൊന്ന് വിഗ്രഹിച്ചെഴുതാം. ആദ്യം എന്താണ് സമാസം? വിഭക്തി പ്രത്യയങ്ങളുടെ ഒന്നും സഹായമില്ലാതെ കൊണ്ട്, നിന്ന്, ഓടി, കാൽ തുടങ്ങിയിട്ടുള്ളവയൊക്കെ പ്രത്യയങ്ങളാണ്. അവയുടെ സഹായമില്ലാതെ പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സമാസങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിനെയൊക്കെ നമുക്കൊന്ന് വിപുലീകരിച്ച് നോക്കാം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. നാൻമുഖൻ എങ്ങനെയാണ് നമുക്കൊന്ന് വിഗ്രഹിക്കാൻ പറ്റുക? അല്ലെങ്കിൽ അതിന്റെ ഒരു സമാസം എങ്ങനെയാണ്? 4 മുഖത്തോട് കൂടിയവനാണ് അല്ലേ? 4 മുഖത്തോട് കൂടിയവൻ. 4 മുഖത്തോട് കൂടിയവൻ ആരോ അവനെയാണ് നമ്മൾ നാൻമുഖൻ എന്ന് പറയുന്നത് അല്ലെ? വെണ്ണകൃഷ്ണനോ? വെണ്ണകൃഷ്ണൻ വെണ്ണപ്രിയനായ കൃഷ്ണൻ അല്ലെ? വെണ്ണപ്രിയനായ കൃഷ്ണനാണ്
വെണ്ണപ്രിയനായ കൃഷ്ണനാണ് വെണ്ണകൃഷ്ണൻ. ആവിയന്ത്രമോ? ആവിയിൽ ഓടുന്ന യന്ത്രം അല്ലെ? ആവിയിൽ ഓടുന്ന യന്ത്രമാണ്, ആവിയിൽ ഓടുന്ന യന്ത്രമാണ് ആവിയന്ത്രം. നോക്കുകൂലിയോ? നോക്കി നിൽക്കുന്നതിനുള്ള കൂലി അല്ലെ? നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ് നോക്കുകൂലി. നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ് നോക്കുകൂലി. അപ്പൊ നമ്മൾ സമാസത്തെ പറ്റി പറയുന്ന സമയത്ത് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോ ഇവിടെ നാൻമുഖൻ, നാല് മുഖത്തോട് കൂടിയവനാരോ അവൻ. അപ്പം നാല് മുഖം എന്നിങ്ങനെയുള്ള രണ്ട് പദങ്ങൾക്ക് ഇവിടെ പ്രാധാന്യമില്ല. പകരം നാല് മുഖത്തോട് കൂടിയവൻ ആരോ അവൻ, അപ്പൊ വേറൊരാളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് പദങ്ങൾക്കും, ഈ രണ്ട് പദങ്ങൾക്കും പ്രാധാന്യമില്ലാതെ വേറൊരു പദത്തിനാണ്, മൂന്നാമതായിട്ടുള്ള ഒരു പദത്തിനാണ് പ്രാധാന്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സമാസങ്ങളെ നമ്മൾ ബഹുവ്രീഹി സമാസം എന്നാണ് പറയുന്നത് അല്ലെ? ബഹുവ്രീഹി സമാസം. ഇനി അടുത്തത് നോക്കാം. വെണ്ണകൃഷ്ണൻ, വെണ്ണപ്രിയനായ കൃഷ്ണൻ. ഇവിടെ വെണ്ണ, കൃഷ്ണൻ ഈ രണ്ട് വാക്കുകൾ ഇവിടെ തന്നെ ഉണ്ട്. പ്രിയനായ എന്ന് പറയുന്ന പുതിയൊരാളാണ് ഇവിടെ കയറിയിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ആവി യന്ത്രമുണ്ട്, ആവിയിൽ ഓടുന്ന എന്ന് പറയുന്ന പുതിയൊരു കാര്യം അവിടെ കയറി. ഇനി നോക്ക് കൂലി രണ്ടുമുണ്ട്, നിൽക്കുന്നതിനുള്ള എന്ന് പറയുന്ന പുതിയൊരാൾ അവിടെ ചേർന്നു. അപ്പം മധ്യത്തിലുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ലോപിച്ചു പോയിരിക്കുന്നതിനാൽ ഇത്തരം സമാസങ്ങളെ നമ്മൾ മധ്യമ പദലോപി എന്നാണ് പറയുന്നത്. മധ്യമ പദലോപി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇവിടെ ബാക്കി എല്ലാം മധ്യമത്തിലുള്ള പദങ്ങൾ ലോപിച്ചു പോയിരിക്കുകയാണ്. നമ്മൾ ഒരു പദത്തിനെ വിഗ്രഹിച്ച് എഴുതുന്ന സമയത്ത് മധ്യത്തിലുള്ള പദങ്ങളെല്ലാം ലോപിച്ചു പോയിരിക്കുക ആയതുകൊണ്ട് തന്നെ മധ്യമ പദലോപികളാണ് ഇവ മൂന്നും. നാൻമുഖൻ മാത്രമാണ് ബഹുവ്രീഹി ആയിട്ട് വരുന്നത്. അതായത് ആ രണ്ട് പദങ്ങൾക്കും പ്രാധാന്യമല്ലാതെ മൂന്നാമതൊരു പദത്തിന് പ്രാധാന്യം ഉണ്ടായിട്ട് വരുന്നത് നാൻമുഖൻ ആയതുകൊണ്ടാണ്. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്? നാൻമുഖനാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ സമാസവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല, പക്ഷെ ഒന്ന് സൂചിപ്പിച്ചു പോവാനും ഇങ്ങനെ ഒരു ഏരിയയെ പറ്റി ഒരു ധാരണ ഉണ്ടാവാനും വേണ്ടി ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. പദങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് ആദ്യം ഇരിക്കുന്ന പദത്തിന് പ്രാധാന്യമാണ് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം നമ്മൾ സമാസങ്ങളെ അവ്യയീഭാവൻ എന്നാണ് പറയുന്നത്. അവ്യയീഭാവൻ. അങ്ങനെയല്ല, രണ്ടാമതിരിക്കുന്ന പദത്തിനാണ് പ്രാധാന്യം, അർത്ഥം കൊണ്ട് പ്രാധാന്യമെങ്കിൽ അവയെ നമ്മൾ എന്താ പറയാ? തൽപുരുഷ സമാസം എന്ന് പറയാറുണ്ട്. ഇനിയിപ്പം ഒരു ദിവസം, 2 നാഴിക എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സംഖ്യകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ദ്വിഗു സമാസം എന്ന് പറയാറുണ്ട്. ദ്വിഗു സമാസം. ഇനി കർമ്മധാരയൻ സമാസം ഉണ്ട്. അതായത് വിശേഷണം, വിശേഷ്യം, അതായത് ഒരു പദത്തെ വിശേഷിപ്പിച്ച് പറയുന്ന രീതിയിലുള്ള സമാസങ്ങളാണ് കർമ്മധാരയ സമാസം. ഉദാഹരണമായിട്ട് നല്ല രാത്രി, കറുത്ത പക്ഷി എന്നൊക്കെ പറയുന്നത് പക്ഷി എന്നുള്ളതിനെ വിശേഷിപ്പിച്ച് പറയുന്നതാണ്. അപ്പൊ കറുത്ത എന്നുള്ള വിശേഷണമാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ കർമ്മധാരയൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. പുതിയ ഓരോ രീതിക്ക് അനുസരിച്ചാണ് നമ്മുടെ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അത്രയും ആഴത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരു രീതി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് അങ്ങനെ. ഇനി അടുത്ത് കടന്ന ഒരു പരീക്ഷയിൽ നമുക്ക് ചോദിച്ച ചോദ്യമാണ് മരത്തെ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുക എന്നുള്ളത്. മരം അധികം എ ആണോ, മരം അധികം തേ ആണോ, മരം അധികം ഇത്തേ ആണോ, മര അധികം എ ആണോ? ഇതിലേതാണ് മരത്തെ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? മരം അധികം എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മരം അധികം എ മരത്തെ ആയി മാറുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വരുന്ന സന്ധി ഏതാണ്? മര, 2 അക്ഷരങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പകരം ഒരു അം ഇവിടെ ഉണ്ടായിരുന്നു. അതിവിടെ വരുമ്പോ ഉണ്ടോ? ഇല്ല. പകരം ത് എന്ന് പറയുന്ന പുതിയൊരാൾ അവിടെ കടന്നു വന്നു. എ എന്ന് പറയുന്ന ചിഹ്നം, മരത്തെ എ അവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു എന്ന് പറയുന്ന ചിഹ്നം പോയതിന് ശേഷം ഇത്ത് എന്ന് പറയുന്ന പുതിയൊരാൾ അവിടെ കടന്നു വന്നത് കൊണ്ട് തന്നെ ഇതും ആദേശസന്ധിയിൽ പെടുന്ന ആളാണ്. മരത്തെയും ആദേശസന്ധിയിൽ പെടുന്ന ആള് തന്നെയാണ്. അപ്പോ മരം അധികം എ ആണെന്താണ്? മരത്തെ ആയിട്ട് മാറുന്നത്. കിട്ടിയല്ലോ. ഇനി മരത്തോട്,
മരത്തോട് എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് വേർപിരിച്ചെഴുതാം? മരത്തോട് എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? മരം അധികം ഓട് ആണ് എന്ത്? മരത്തോട്. ഇവിടെയും മര രണ്ട് അക്ഷരങ്ങളും അവിടെ തന്നെ ഉണ്ട്. എന്ന് പറയുന്ന ഒരു ചിഹ്നം അവിടുന്ന് ഇവിടേക്ക് വരുമ്പോൾ മാറുന്നുണ്ട്. ബാക്കി ഓട് ഇവിടെ ഉണ്ട്. ഇത്ത് എന്ന് പറയുന്ന പുതിയൊരാൾ ഇവിടെ കടന്നു വന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. സന്ധി എന്ന് പറയുന്നത് ആദേശമാണ്. എന്ന് പറയുന്ന അനുസ്വാരം പോയതിനു ശേഷം ത് എന്ന് പറയുന്ന ഒരു പുതിയ വർണ്ണം അവിടേക്ക് ആഗമിച്ചു, കടന്നു വന്നു. ഒന്ന് പോയി മറ്റൊന്ന് വരുമ്പോ സന്ധി എന്താണ്? ആദേശ സന്ധി. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഹൃദയസരസ്. ഹൃദയസരസിനെ ഘടകപദങ്ങളാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഹൃദയത്തിന്റെ സരസ്, ഹൃദയമാകുന്ന സരസ്, ഹൃദയവും സരസും, ഹൃദയം പോലെയുള്ള സരസ്. എന്താണ് ഹൃദയസരസ്? ഹൃദയസരസ് ഹൃദയമാകുന്ന സരസാണല്ലേ. ഹൃദയസരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ എന്ന് പാട്ടൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ ഹൃദയമാകുന്ന സരസാണല്ലേ എന്റെ ഹൃദയമാകുന്ന സരസ്. സരസ് അരുവി ജലാശയം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഹൃദയമാകുന്ന സരസാണ് ഹൃദയസരസ്. അടുത്ത ചോദ്യം നോക്കാം. മൂങ്ങയുടെ പര്യായം അല്ലാത്തത് ഏത്? നമുക്ക് പര്യായ പദങ്ങളിൽ ഓരോരോ പുതിയ പദങ്ങളാണ് ഓരോ തവണയും PSC കൊണ്ടുവരുന്നത്. അപ്പൊ കുറച്ച് പദങ്ങളുടെയൊക്കെ അർത്ഥവും ഒരു ഏകദേശ ധാരണയൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ നോക്കാം. അപ്പൊ ഇവിടെ മൂങ്ങയുടെ പര്യായം അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഖൂലം, ഉലൂകം, ലോമം, കൂമൻ. ഇതിൽ ഏതാണ് മൂങ്ങയുടെ പര്യായം അല്ലാത്തത്? കൂമൻ ഉറപ്പായിട്ടും മൂങ്ങയുടെ പര്യായം തന്നെയാണ്. ഇനി ഖൂലം, ഖൂലം എന്ന് പറഞ്ഞാലും മൂങ്ങ എന്ന് തന്നെയാണ് അർത്ഥം. ഉലൂകം എന്ന് പറഞ്ഞാലും മൂങ്ങ എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ ലോമം എന്നുള്ളതാണ് മൂങ്ങയുടെ പര്യായമായി വരാത്തത്. ലോമം എന്ന് പറയുന്ന പദത്തിനർത്ഥം രോമം എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഖൂലം, ഉലൂകം, കൂമൻ എന്നൊക്കെ പറയുന്നത് മൂങ്ങയുടെ പര്യായമായിട്ട് വരുന്ന പദങ്ങൾ തന്നെയാണ്. കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം. തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ്. ഇതും മറ്റേ വിപുലീകരിച്ചെഴുതുന്ന രൂപങ്ങളാണ്. ഓപ്ഷൻ എ, പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പാദപം, മൃദുവായ ഭാവം മാർദ്ദവം, തൃപ്തികരമായ അവസാനം നിവൃത്തി, ആദ്യമായി ചെയ്യുന്നത് ഇദം പ്രഥമം. ഇതിനകത്ത് തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ്. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പാദപമാണോ? പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത്, പാദങ്ങൾ കൊണ്ട് എന്താണ് ചലിക്കുന്നത്, പോകുന്നത് എന്താണ്? പന്നകമാണ്. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പാദപം അല്ല, പന്നകം. നമ്മൾ പാമ്പിന്റെ പര്യായമായിട്ട് പറയാറുള്ളതാണ് പന്നകം എന്ന് പറയുന്ന പദം. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം എന്നുള്ളതാണ്. മൃദുവായ ഭാവം മാർദ്ദവം തന്നെയാണ്, ശരി തന്നെയാണ്. തൃപ്തികരമായ അവസാനം നിവൃത്തിയിലടഞ്ഞു. നിവർത്തി എന്നുള്ളതല്ല. നിവർത്തി എന്ന് പറഞ്ഞാൽ കുട നിവർത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് നിവൃത്തി. നിവൃത്തി എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ അവസാനം, നിവൃത്തിയിലാണ്ടു. തൃപ്തികരമായ അവസാനമാണ് നിവൃത്തി. ഇനി ആദ്യമായി ചെയ്യുന്നത് ഇദം പ്രഥമം, ശരി തന്നെയാണ്. ആദ്യമായി ചെയ്യുന്നത് ഇദം പ്രഥമം. അപ്പൊ ഇവിടെ തെറ്റായത് പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് അല്ല പാദപം, പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകമാണ്. അങ്ങനെയാണെങ്കിൽ പാദപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാദപം, പാദപം പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ്. പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ് പാദപം. പാദപം എന്ന് പറയുന്ന പദത്തിനർത്ഥം വൃക്ഷം എന്നാണ്. പാദങ്ങൾ കൊണ്ടല്ലേ അവര് എന്താണ് പാനം ചെയ്യുന്നത്, അതായത് വേരുകളാകുന്ന പാദങ്ങൾ കൊണ്ടാണ് അവര് പാനം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പാദപം. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് അർത്ഥം വൃക്ഷം എന്നാണ്. വൃക്ഷം, മരം എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ താലവ്യാക്ഷരം ഏത് എന്നുള്ളതാണ് ചോദ്യം. ക, ച, ഡ, ത എന്നിങ്ങനെയുള്ള 4 അക്ഷരങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ താലവ്യാക്ഷരം ഏത് എന്നുള്ളതാണ്. ഇങ്ങനെയും വലുതായിട്ട് നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും അക്ഷരങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു
ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, കേട്ടിരുന്നാൽ മതിയാവും. ഇത്രയാണല്ലേ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളില് ക, ച, ഡ, ത, പ ഇത്രയും അക്ഷരങ്ങളെ നമ്മൾ ഖരങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് ഖരം? ഇവിടെയുള്ള ഖ, ച, ഡ, ഥ, പ, ഭ എന്നിവയെ നമ്മൾ അധികരം എന്നാണ് പറയുന്നത്. അധികരം. ഇത് മൃദു, ഇവ ഘോഷം, ഇവ അനുനാസികം. ഓക്കെ, ഇത്രയും അക്ഷരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. ഇനി ക, ഖ, ഗ, ഘ, ങ ഇത്രയും അക്ഷരങ്ങളെ നമ്മൾ പറയുന്നത് കണ്ഠ്യാക്ഷരങ്ങൾ എന്നാണ്. എന്താണ്? കണ്ഠ്യം. കണ്ഠ്യം എന്ന് പറയാൻ കാര്യം നമ്മുടെ കണ്ഠത്തിൽ നിന്നാണ് അതിന്റെ ഒരു ഉച്ചാരണം. ക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഉച്ചാരണം വരുന്നത് നമ്മുടെ കണ്ഠത്തിൽ നിന്ന്, കഴുത്തിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ഠ്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക, ഖ, ഗ, ഘ, ങ ഇത്രയും കണ്ഠ്യാക്ഷരങ്ങളാണ്. ഇനി ച, ഛ, ജ, ഛ, ഞ ഇത്രയും അക്ഷരങ്ങളെ നമ്മൾ പറയുന്നത് താലവ്യാക്ഷരങ്ങൾ എന്നാണ്. താലവ്യം. താലവ്യം. താലു എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പം ച എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ നാക്ക് മുകളിൽ തട്ടും. ആ മുകളിൽ തട്ടുന്ന ആ ഒരു ഊനിന് പിന്നിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ താലു എന്ന് പറയുന്നത്. അപ്പൊ നാക്ക് താലുവിൽ തട്ടിയാണ് ഈ ഒരു അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കുന്നത്. ച, ഛ, ജ, ഛ, ഞ. അതുകൊണ്ടാണ് നമ്മൾ അവയെ താലവ്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡാഠ, ഡാഠാണ. അവയെ നമ്മൾ മൂർധന്യം എന്ന് പറയും. മൂർധന്യം. മൂർധന്യാക്ഷരങ്ങൾ എന്ന് പറയും. മൂർധന്യം. മൂർധാവിലാണ്, നമ്മുടെ മൂർധാവിലാണ് തട്ടിയാണ് അത് ഉച്ചരിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഠ, ഡാഠാണ മൂർധന്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ത, ധ, ദ, ഥ, ന അവ നമ്മുടെ നാക്ക് പല്ലിൽ തട്ടി ഉണ്ടാകുന്ന, നമ്മുടെ ദന്ത്യത്തിൽ തട്ടി ഉണ്ടാകുന്ന, ദന്തത്തിൽ തട്ടി ഉണ്ടാകുന്നതായതുകൊണ്ട് തന്നെ അവയെ നമ്മൾ ദന്ത്യം എന്ന് വിളിക്കുന്നു. ഇനി പ, ഭ, ബ, ഭ, മ അവ നമ്മളെ ചുണ്ടിൽ തട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഷ്ട്യം എന്നവയെ വിളിക്കുന്നു. ഓഷ്ട്യം. ഓഷ്ട്യം. അപ്പൊ നമുക്ക് അക്ഷരങ്ങളെ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്ന് വിഭജിക്കാം. അതുപോലെ തന്നെ കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം എന്നിങ്ങനെയും വിഭജിക്കാം. അപ്പൊ അത്തരത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇത് കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ മാത്രം, ഇതിനെപ്പറ്റി കൂടുതൽ നോക്കാനോ പഠിക്കാനോ ഒന്നും പോണ്ട. ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു അവസാന സമയം ഇങ്ങനൊരു കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വന്നാലോ എന്നോർത്തിട്ടാണ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് കേട്ടിരുന്നാൽ മതിയാവും, കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യം ഇല്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം. ഈ ആരാലാവയെ നമ്മൾ മധ്യമങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മധ്യമങ്ങൾ. അതുപോലെ തന്നെ ശാശ, സ എന്നിവയെ നമ്മൾ ഊഷ്മാക്കൾ എന്നാണ് വിളിക്കുന്നത്. ഊഷ്മാക്കൾ. ഹായെ നമ്മൾ ഘോഷി എന്ന് വിളിക്കും. ഘോഷി. 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 അപ്പോ ഈ ഒരു വിഭജന അക്ഷരങ്ങൾ എങ്ങനെ വിഭജിച്ചിട്ടുണ്ട്? ചിലപ്പോൾ താലവ്യ അക്ഷരം ഏതാണ്, ഘോഷിയായ അക്ഷരം ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഘോഷി ആയ അക്ഷരം എന്ന് പറയുന്നത് ഹായാണ്. ഹ. നമ്മൾ ള, ഴ, റ എന്നിവയെ ദ്രാവിഡ മധ്യമങ്ങൾ എന്നും വിളിക്കാറുണ്ട്. മധ്യമങ്ങൾ എന്ന് പറയുന്നത് യാരാലാവയാണ്. ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത് ള, ഴ, റ. ദ്രാവിഡ മധ്യമങ്ങൾ. ഓക്കെ, അപ്പോ ഇത്തരം ഒരു വിഭജനം കൂടി ഒന്ന് പറഞ്ഞു പോകാന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുന്നു, ഇത് കൂടുതൽ ടെൻഷൻ ആവാനും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ഒന്ന് കേട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ താലവ്യാക്ഷരം ഏതാണ്? കായാണോ? ക എന്ന് പറയുന്നത് കണ്ഠ്യത്തിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. താലവ്യത്തിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ച, ഛ, ജ, ഛ, ഞ. ഇവിടെ ചായാണ് ശരിയായ ഉത്തരം. ഡ എന്ന് പറയുന്നത് മൂർധന്യമാണ്. ത എന്ന് പറയുന്നത് ദന്ത്യാക്ഷരവുമാണ്. അപ്പൊ ഇവിടെ ചായാണ് താലവ്യം. അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. അങ്കുരം മുളയാണ്. അങ്ങനെയാണെങ്കിൽ അങ്കുലം എന്ത്? അങ്കുരം എന്ന് പറഞ്ഞാൽ മുള പൊട്ടി വരുന്ന ആ ഒരു അർത്ഥത്തിലുള്ള മുളയാണെന്നാണ്. നമ്മൾ മുള മരം എന്നുള്ള അർത്ഥത്തിലല്ല. അങ്കുരം എന്ന് പറയുന്നത് ആദ്യാങ്കുരം, ആദ്യത്തെ മുള പൊട്ടി വരിക എന്നുള്ള അർത്ഥത്തിലുള്ളതാണ്. തുടക്കം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അങ്കുലം എന്താണ്? അങ്കുലം കൈ, കലപ്പ, വിരൽ,
മാളിക. ഇതിലേതാണ് അങ്കുലം? അങ്കുലം. അങ്കുലം എന്ന് പറയുന്ന പദത്തിനർത്ഥം വിരൽ എന്നാണ്. എന്താണ്? അങ്കുലി എന്ന് പറഞ്ഞാലും വിരൽ എന്ന് പറയുന്ന അർത്ഥമാണ്. എന്താണ്? അങ്കുലം, വിരൽ എന്ന് പറയുന്ന അർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ കൈ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? കൈ, കൈ, കരം, പാണി, ഹസ്തം, അതുപോലെ തന്നെ ബാഹു എന്നിവയൊക്കെ തന്നെ നമ്മൾ കൈ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളായിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ കലപ്പ. കലപ്പ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? കലപ്പയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഹലം, ലാംഗലം, സീരം. ഹലം, ലാംഗലം, സീരം ഇവയൊക്കെ കലപ്പയുടെ പര്യായങ്ങളാണ്. മാളിക. മാളിക എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ അപ്പൊ ഏതൊക്കെയാണ്? മാളിക, സൗധം, ഹർമ്മ്യം. നമ്മൾ രമ്യ ഹർമ്മ്യങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ? ഹർമ്മ്യം, പ്രാസാദം. പ്രാസാദം, പ്രസാദമല്ല, പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. പ്രാസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളിക എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പൊ കൈ, കരം, പാണി, ഹസ്തം, ബാഹു എന്നിങ്ങനെയൊക്കെയുള്ള പര്യായങ്ങളുണ്ട്, ഓർത്തിരിക്കുക. കലപ്പ ഒരിക്കൽ ചോദിച്ചതാണ്. ഹലം, ലാംഗലം, സീരം ഇവയൊക്കെ കലപ്പ എന്ന് പറയുന്ന അർത്ഥം വരുന്ന പദങ്ങളാണ്. സൗധം, 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 ഹർമ്മ്യം, പ്രാസാദം ഇവയൊക്കെ മാളിക എന്ന് പറയുന്ന അർത്ഥം വരുന്ന പദങ്ങളാണ്. അപ്പൊ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം തെറ്റായിട്ടുള്ളവ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ തർജ്ജമയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അജണ്ട കാര്യപരിപാടി ആണോ? ഹാബിറ്റാറ്റ് പൈതൃകം ആണോ? അനക്സി ഉപഭവനം എന്നുള്ളതാണോ? അലിമണി ഉത്തരവ്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളവ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അജണ്ട എന്ന് പറയുന്ന പദത്തിനർത്ഥം കാര്യപരിപാടി എന്ന് തന്നെയാണോ? അതെ, അജണ്ട കാര്യപരിപാടി. നമ്മുടെ ഇന്നത്തെ അജണ്ട എന്താണ്, നമ്മുടെ കാര്യപരിപാടികൾ എന്താണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ജോഡി തന്നെയാണ്. ഇനി ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്താണ്? ഹാബിറ്റാറ്റ് പൈതൃകം എന്നാണോ? അല്ല, ഹാബിറ്റാറ്റ് ആവാസ വ്യവസ്ഥയാണ് അല്ലേ? ആവാസ വ്യവസ്ഥ, ആവാസ വ്യവസ്ഥ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈതൃകം എന്നുള്ളതിന്റെ തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് പദം ഏതാണ്? പൈതൃകം, പൈതൃകം. ലെഗസി എന്ന് പറയാം അല്ലെ? ലെഗസി, ലെഗസി, ലെഗസി അല്ലെ? അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഹെറിഡിറ്ററി, ഹെറിഡിറ്ററി, ഹെറിഡിറ്ററി. പൈതൃകം എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യം, പാരമ്പര്യം, പാരമ്പര്യം. ഹെറിഡിറ്ററി, പാരമ്പര്യം, ലെഗസി, പൈതൃകം. ഹാബിറ്റാറ്റ് ആവാസ വ്യവസ്ഥ. ഇനി അനക്സി, അനക്സി അത് ഉപഭവനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അലിമണിയോ? അലിമണി എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്, നിയമപരമായിട്ടുള്ള ഒരു വാക്കാണ് അലിമണി എന്ന് പറയുന്നത്. അലിമണി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? അലിമണി, അലിമണി എന്ന് പറയുന്ന വാക്കിനർത്ഥം ജീവനാംശം എന്നാണ് അല്ലെ? ജീവനാംശം, ജീവനാംശം. പങ്കാളികൾ വേർപിരിഞ്ഞ് താമസിക്കുന്ന സമയത്തോ ഡിവോഴ്സ് ഒക്കെ സംഭവിക്കുന്ന സമയത്തോ പങ്കാളി മറ്റേ ആൾക്ക് കൊടുക്കുന്ന ആ ഒരു സാമ്പത്തികമായ ഒരു ഇടപാടിനെയാണ് നമ്മൾ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഒരു കൊടുക്കുന്നതിനെയാണ് നമ്മൾ അലിമണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവനാംശം എന്നുള്ളത് പറയുന്നത്. അപ്പൊ അലിമണി, ജീവനാംശം. ഇനി ഉത്തരവ് എന്നുള്ളതിന്റെ ഉത്തരവ്, ഉത്തരവ് നമുക്ക് ഓർഡർ അല്ലേ? ഓർഡർ ആണ് ഉത്തരവ് എന്ന് പറയുന്ന പദത്തിന്റെ തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് പദം എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങളും നമ്മൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് തർജ്ജമയുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം നോക്കാം. മേനാമത്തിന് ഉദാഹരണം ഏത്? അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ സെക്ഷനിനകത്ത് ഒരു 3 ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പറയുന്നത് നമ്മുടെ സമാസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, അതുപോലെ തന്നെ താലവ്യാക്ഷരം ഏത് എന്ന് പറയുന്ന ചോദ്യം. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് മേയനാമത്തിന്റെ ഉദാഹരണം ഏത് എന്ന് പറയുന്ന ഒരു ചോദ്യം. ഇതും നമ്മൾ ശബ്ദം, ശബ്ദത്തിന്റെ വിഭാഗങ്ങള് അല്ലെങ്കിൽ നാമങ്ങൾ എത്ര തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു മേയനാമത്തിനെ പറ്റിയും പഠിക്കുന്നത്. ഇതും ഒന്ന് കേട്ടിരിക്കുക എന്നുള്ളതാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ് ഇതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ എങ്ങാനും ഒരു ചോദ്യം ഉണ്ടായാലോ, അതുകൊണ്ട് കേട്ടിരിക്കുക. നമ്മൾ നാമത്തിന്റെ എന്തിന്റെങ്കിലും പേരായ ശബ്ദത്തിനെയാണ് നമ്മൾ നാമം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. മരം, കാട്, ആർദ്ര എന്നൊക്കെ പറയുന്നത് എല്ലാ നാമങ്ങൾ തന്നെയാണ്. പേന, പെൻസിൽ, ബോർഡ്,
പെൻ എന്നൊക്കെ പറയുന്നതെല്ലാം നാമങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ നാമത്തിനെ തന്നെ നമ്മൾ പലതായിട്ട് വിഭജിക്കുന്നുണ്ട്. അതിലൊന്നാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ദ്രവ്യനാമം എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തിനെയാണ് സാമാന്യമായിട്ട് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഈ ദ്രവ്യനാമത്തിനെ തന്നെ നമ്മൾ ഒരു 3ആയിട്ട് വിഭജിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സംജ്ഞാനാമമാണ്. സംജ്ഞാനാമം. 2 സാമാന്യനാമം. സാമാന്യനാമമാണ് സംജ്ഞാനാമം. സാമാന്യനാമം. 3 മേയനാമം. സംജ്ഞാനാമം എന്ന് പറയുന്നത് എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തിനെയാണ്. എന്തെങ്കിലും വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ഒക്കെ പേരിനെയാണ് നമ്മൾ സംജ്ഞാനാമം എന്ന് പറയുന്നത്. ആട്, കൊല്ലം, പേന, ബോർഡ് എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ സംജ്ഞാനാമമാണ്. ഇനി സാമാന്യനാമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വർഗത്തിനെയോ ഏതെങ്കിലും ഒരു കൂട്ടത്തിനെയോ പറയുന്നതിനെയാണ് നമ്മൾ സാമാന്യനാമം എന്ന് പറയുന്നത്. എന്താണ്? ഏതെങ്കിലും ഒരു വർഗത്തിനെയോ കൂട്ടത്തിനെയോ ഒക്കെ പറയുന്നതിനാണ് നമ്മൾ സാമാന്യനാമം എന്ന് പറയുന്നത്. ഇന്ത്യക്കാർ അല്ലെങ്കിൽ ദ്രാവിഡർ, മലയാളികൾ, മനുഷ്യർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ പറ്റി പറയുന്നത്, ജീവികൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ പറ്റി പറയുന്നതിനെയാണ് നമ്മൾ സാമാന്യനാമം എന്ന് പറയുന്നത്. മേയനാമം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ടോ ഒന്നും കണക്കാക്കാൻ സാധിക്കാത്തവയാണ് നമ്മൾ മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ജലം ഒരു വ്യക്തിയായിട്ടോ ഒരു കൂട്ടമായിട്ടോ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ മണ്ണ്, വായു, ഇവയൊക്കെ തന്നെയും എന്ത് തന്നെയാണ്? മേയനാമങ്ങളാണെന്ന് പറയാം. അപ്പോൾ സംജ്ഞാനാമം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ആളിന്റെയോ ഒക്കെ പേരാണ് സംജ്ഞാനാമം. സാമാന്യനാമം എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൻ്റെതാണ്. മേയനാമം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെയോ പേരായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത, അങ്ങനെ ഒരു കൂട്ടമായിട്ട് കണക്കാക്കാൻ പറ്റാത്തവയാണ് മേയനാമങ്ങൾ. ജലം, മണ്ണ്, വായു, ആകാശം എന്നൊക്കെ പറയുന്നത് മേയനാമത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഭാര്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, നമുക്ക് സംജ്ഞാനാമം എന്ന് പറയാം. രാമൻ സംജ്ഞാനാമം എന്ന് പറയാം. മാങ്ങ സംജ്ഞാനാമം എന്ന് പറയാം. ഇനി ഇന്ത്യക്കാർ എന്നുള്ളതാണെങ്കിൽ നമുക്ക് സാമാന്യനാമം എന്ന് പറയാം. അപ്പൊ മേയനാമം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യക്തിയായിട്ടോ നമുക്കൊരു കൂട്ടമായിട്ടോ ഒന്നും കണക്കാക്കാൻ പറ്റാത്തവയാണ് നമ്മൾ മേയനാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് കേട്ടിരിക്കുക. 1-2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പോയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ പദം ഏത്? മടയൻ, ചിലവ്, പീഡനം, പിന്നോക്കം. ഇതിലേതാണ് ശരിയായ പദം? ശരിയായ പദം മടയൻ. മടയൻ എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണോ? അതെ, ഇങ്ങനെ തന്നെയാണ് മടയൻ എഴുതുന്നത്. അപ്പൊ ചിലവോ? ചിലവ് അല്ല, ചെലവ് എന്നുള്ളതാണ് ശരിയായ പദം. വരവ്, ചെലവ് കണക്കുകൾ, ചെല്ലുന്നതാണ് ചെലവ്. ചെല്ലുന്നത്, വരുന്നത് വരവ്, ചെല്ലുന്നത് ചെലവ്. ഇനി പീഡനം. പീഡനം എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു പദമാണ്. പീഡനം അല്ല, പീഡനം, ഉപദ്രവം എന്നുള്ള അർത്ഥത്തിലാണ് പീഡനം. ഇനി പിന്നോക്കമല്ല, പിന്നാക്കം എന്നുള്ളതാണ് ഇവിടെ ശരിയായ പദം. പിന്നാക്കം, പീഡനം, ചെലവ് എന്നിങ്ങനെയൊക്കെയുള്ളതാണ് ശരിയായിട്ടുള്ള പദങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോകൾ, ഇപ്പൊ എതിർലിംഗ ജോഡികളുടെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായാലും വിപരീത പദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അവയെല്ലാം കണ്ടിരിക്കുക, അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ അല്ലേ? അപ്പം അടുത്ത ചോദ്യം നോക്കാം. ഒഴിച്ചുകൂടാൻ ആവാത്തത് ഒറ്റപ്പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം. അത്യാവശ്യം, അത്യന്താപേക്ഷിതം, അനിഷേധ്യം, അനിവാര്യം. ഇതിലേതാണ് ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് പറയുന്ന അർത്ഥമുള്ള പദം എന്നുള്ളതാണ്. അത്യന്താപേക്ഷിതം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അനിഷേധ്യം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കാത്തത് എന്ന് പറയുന്ന അർത്ഥമാണ്. അനിവാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആവശ്യമുള്ളത് എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പൊ അത്യന്താപേക്ഷിതം, ഇത് അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് പറയുമ്പോൾ ഏതാണ് ഒഴിച്ചുകൂടാനാവാത്തത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഓക്കെ, അടുത്ത ചോദ്യം. കോപ്പ് കൂട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കോപ്പ് കൂട്ടുക എന്ന ശൈലിയുടെ അർത്ഥം: തയ്യാറാവുക, യുദ്ധം ചെയ്യുക, അവസാനിപ്പിക്കുക, നിർത്തലാക്കുക.
നമ്മുടെ പഴയ ഒരു വാക്കാണ് ഈ കോപ്പ് കൂട്ടുക എന്ന് പറയുന്നത്. ഞാൻ ടൂറിന് പോകാൻ വേണ്ടി എല്ലാം കോപ്പ് കൂട്ടി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ തയ്യാറാവുക എന്നുള്ളതാണ് കോപ്പ് കൂട്ടുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. എന്താണ്? കോപ്പ് കൂട്ടുക, തയ്യാറാവുക. അപ്പോൾ ശൈലികളുടെ അർത്ഥവും ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. തർജിമയും ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആരും ഇതിനെപ്പറ്റി ആലോചിച്ച് നമുക്കറിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെന്നുള്ള ഓർത്ത് ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം എടുക്കുക. മറ്റു കാര്യങ്ങളൊന്ന് കേട്ടിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ചിലപ്പോൾ പരീക്ഷ അടുത്ത സമയത്ത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും, ഇതിനെപ്പറ്റി അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. എന്നിരുന്നാലും ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഇക്കാര്യങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത ചിലപ്പോൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളോ മറ്റ് കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ചാനലിലെ തന്നെ മറ്റു വീഡിയോകൾ മലയാളമായിട്ട് ബന്ധപ്പെട്ടും മറ്റു വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ അവയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ കോച്ചിങ് ക്ലാസ്സസും അതുപോലെ തന്നെ LDCയുടെ കോച്ചിങ് ക്ലാസ്സസും നമ്മുടെ ചലഞ്ചർ PSCയിൽ നടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അത് നോക്കുന്നവർക്ക് നമ്മുടെ ചലഞ്ചറിനെ സമീപിക്കാവുന്നതാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എത്തിക്കാനും പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്കുകളിലേക്ക് നിങ്ങളെ എത്തിക്കാനും നമ്മൾ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.